ഓട്സ് ഇഷ്ടമില്ലാന്ന് നിങ്ങളുടെ നിങ്ങളോ പറയാറുണ്ടോ? ഇനി ആരും ഓട്സ് ഇഷ്ടമല്ലെന്ന് പറയില്ല. ഓട്സ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. മുതിർന്നവർക്കും കുഞ്ഞു കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മളിന്ന് തയ്യാറാക്കി നോക്കാൻ പോകുന്നത്. ഓട്സ് ലഡുവാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. അതിനായിട്ട് ഒരു ബൗളിൽ 100 ഗ്രാം ഓട്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് 100 ഗ്രാം ശർക്കര ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, അല്പം കടല, അല്പം കറുത്ത എള്ള്, ഒരു ഏലക്ക, ഡേറ്റ്സ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആദ്യം ഓട്സ് വറുത്തെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് നമുക്ക് ഓട്സ് മാറ്റാം. ലോ ഫ്ലെയിമിൽ വച്ച് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുത്ത ഓട്സ് ഒരു ജാറിലേക്ക് മാറ്റി ക്രഷ് ചെയ്തെടുക്കാം. ഓട്സ് പൊടിച്ചെടുത്തതിനോടൊപ്പം ഏലക്ക കൂടെ ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കടലയെ മിക്സിയിലെ ജാറിലേക്ക് മാറ്റി ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് ക്രഷ് ചെയ്തെടുക്കേണ്ട, ചെറുതായിട്ട് ഒരു തരി ആവുന്ന ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിലാണ് കടല ക്രഷ് ചെയ്തെടുക്കേണ്ടത്. ക്രഷ് ചെയ്തെടുത്ത കടലയെ നമുക്ക് ഓട്സിനെ പൊടിച്ചു വെച്ചിരിക്കുന്നില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ശർക്കര കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളെല്ലാം ഉടച്ച് നന്നായിട്ട് കൈ ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ചെറിയ ചൂടുവെള്ളം എടുത്ത് കുറേശ്ശെ ഇതുപോലെ കയ്യിൽ നനച്ചതിന് ശേഷം ആവിയിലേക്ക് ഒഴിച്ച് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം കൂടാനും പാടില്ല. നമുക്ക് ലഡു ബോളുകളാക്കിയല്ലേ എടുക്കേണ്ടത്. അപ്പം ആ ഒരു പരുവത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്, വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ വെള്ളം എടുത്തതിന് ശേഷം ആവിയിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. ഈ ഒരു പരുവത്തിന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ഉരുളകളായിട്ട് നമുക്ക് മാറ്റാം. വളരെ രുചികരമായ ഹെൽത്തി ഓട്സ് ലഡു തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, താങ്ക് യു.